ഇറ്റലിയിൽ ഇപ്പോൾ പ്രീമവേരയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എസ്റ്റാർട്ട് അഥവാ സമ്മർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ എല്ലാവരും പുറത്തിറങ്ങാനും വൈകുന്നേരങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരോടുകൂടി മിങ്കിളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വൈകുന്നേരം നമ്മളിവിടെ ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ 7 മണി ആകാറായി. അപ്പോൾ നിറച്ചും തിരക്കാണ്. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ അപ്പരിറ്റീവോ കഴിക്കാൻ വേണ്ടിയിട്ടും ചെറിയ കഫേ കുടിക്കാനും പിസ്സ കഴിക്കാനും ഡിന്നർ കഴിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഒരു ടൗണിൽ ഇങ്ങനെ സെൻറ്ററിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഈവനിങ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പുറത്തിറങ്ങുന്നതും ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്നതും ഒക്കെ. രാവിലെ നമുക്ക് അധികം ആൾക്കാരെ കാണത്തില്ല, പക്ഷേ ഈവനിങ് നൈറ്റ് ഈ സമ്മറിലൊക്കെ ആണെങ്കിൽ നൈറ്റ് രാത്രി വരെയൊക്കെ ആൾക്കാർ ഇങ്ങനെ പുറത്തുകൂടെയൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഈവനിങ്ങിൽ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കിപ്പോൾ കാണാം. ഇറ്റലി മെയിനായിട്ടും ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിന്റർ കഴിഞ്ഞ് വരുന്ന ഈ സമ്മർ എന്ന് പറയുമ്പോൾ ഇവിടെ വലിയൊരു ഫെസ്റ്റിവലിന്റെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ. അപ്പൊ നമുക്ക് കാണാം ഒത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഞങ്ങളൊക്കെ ഇതെങ്ങനെ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ഒരു മൂഡ് തന്നെ എന്താ ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന സിറ്റിയായ ചേച്ചിനയിലെ ഒരു ചത്തുരത്തിലാണ്, ഒരു സ്ക്വയറിലാണ്. ഈ സ്ക്വയറിനെ ഇവിടെ പിയാച്ച എന്നാണ് വിളിക്കാറ്. ഈ പിയാച്ചയിൽ തന്നെ അതിൻ്റെ ഏറ്റവും സെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചർച്ച് ഇല്ലെങ്കിൽ ഒരു കത്തീഡ്രലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു കത്തീഡ്രൽ കാണാം. അതുപോലെ തന്നെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർ ഒന്നിച്ച് വരികയും കൂടുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ഫങ്ഷൻസ് നൈറ്റ് പാർട്ടീസ് ഒക്കെ നടക്കുന്നത് ഈ ഒരു ഓപ്പൺ ഔട്ട്ഡോർ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ പിയാച്ച വെച്ചിട്ടാണ്. സമ്മറിലൊക്കെ ആകുമ്പോഴേക്കും പിയാച്ചയിൽ ഒത്തിരി ആൾക്കാർ വന്നു ചേരും. എല്ലാ സിറ്റിയിലും ഇതുപോലെ ഒരു പിയാച്ച ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ പിയാച്ചയാണ്. ഇതൊരു ചെറിയൊരു സിറ്റിയാണ്. ഇതിൻ്റെ ഈ സിറ്റിയുടെ ഔട്ടർ പാർട്ടിൽ ഒക്കെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു വശത്ത് കടലുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു വശത്ത് കൊള്ളിനികൾ എന്ന് പറയുന്ന മലനിരകളാണ്. പക്ഷേ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എല്ലാം ലഭിക്കും. കൊച്ചു സിറ്റി ആണെങ്കിൽ പോലും ഒത്തിരിയേറെ സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്കുകൾ, അങ്ങനെ A to Z കാര്യങ്ങൾ, അതായത് ഈ സിറ്റിയിൽ താമസിക്കുന്നവർക്ക് ആവശ്യം A to Z കാര്യങ്ങളും ഇവിടെ തന്നെ കിട്ടും. നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഇവിടുന്ന് പിന്നെ മറ്റ് സിറ്റികളായിട്ട് ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ലൈൻസ് അതുപോലെ തന്നെ ബസ്സുകളൊക്കെയാണുള്ളത്. എന്നാൽ പോലും ബസ്സുകളൊക്കെ വളരെ ഒത്തിരി ആയിട്ടൊന്നും ഓടുന്നില്ല. എങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് പ്രൈവറ്റ് കാറുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. നമ്മുടെ ഈ സിറ്റിയിൽ ഇന്ത്യൻസ് വളരെ കുറവാണ്. എന്നാലും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ ഐറ്റംസ്, ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് ഈ പാകിസ്ഥാനി കടയിൽ നിന്നാണ്, അല്ലെങ്കിൽ ചിലപ്പം ബംഗ്ലാദേശികളുടെ കടയിൽ നിന്നാണ്. അപ്പോൾ ആ കടയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഈ പോകുന്ന വഴിക്കൊക്കെ പിക്ചറിയകളാണ്. ഇവിടെ ടേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ടേബിളുകളൊക്കെ ബുക്ക് ചെയ്യണം. അതായത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ടേബിളുകളൊക്കെ റെഡി ആയിരിക്കും. Da Pisa andando verso Roma sulla sinistra.
ഞങ്ങൾ താമസിക്കുന്ന ചെച്ചിനെ എന്ന് പറഞ്ഞ സിറ്റിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഒരു അടുത്ത വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും ബൈ ബൈ.